സൂര്യയ്ക്ക് ഷൂട്ടിംഗ് തുടങ്ങാറായി എന്ന് നീലിമ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. വെബ് സീരീസിന്റെ പ്രമോഷന്റെ ഭാഗമായി തന്നെയാണ് ആ പ്രസ് മീറ്റ് പോലും. എന്നാലും ഒഴിവാക്കാൻ പറ്റാത്ത തിരക്കൊന്നും നീലിമയ്ക്ക് അവിടെ ഉണ്ടാവില്ല എന്നവർക്ക് രണ്ടുപേർക്കും നന്നായി അറിയാം. കിരൺ അത് മനസ്സിലാക്കാതെ അവളെ നോക്കി. അയ്യോ ആണോ? എന്നാ മറ്റൊരു ദിവസം പ്ലാൻ ചെയ്യാം നമുക്ക്. എന്തേ? കിരൺ ചോദിച്ചു. നോക്ക് കിരൺ, നിങ്ങൾ എന്തിനാണ് എനിക്ക് ട്രീറ്റ് തരുന്നത്? ഞാൻ നിങ്ങളുടെ ഓഫീസിലൊരു എംപ്ലോയി മാത്രമാണ്. ഓഫീസിലെല്ലാവർക്കും നിങ്ങൾ ട്രീറ്റ് കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. സോ എന്നെ വിട്ടേക്ക്. എനിക്ക് പാർട്ടി, ട്രീറ്റ് ഇതിലൊന്നും താല്പര്യമില്ല. നീലിമ രണ്ടും കൽപ്പിച്ച് തറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ കിരൺ നാണമില്ലാതെ വീണ്ടും വീണ്ടും ആ കാര്യം പറഞ്ഞ് തന്നെ ബുദ്ധിമുട്ടിക്കാൻ വരുമെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവൾ അത്ര രൂക്ഷമായി പറഞ്ഞത്. കിരണിന് അത് അപമാനമായി തോന്നി. എന്നിട്ടും അവൻ നീലിമയെ വിട്ട് കളയാൻ ഒരുക്കമല്ലായിരുന്നു. അവൻ തന്റെ മുഖത്തെ ജാളിത മറച്ചുകൊണ്ട് വീണ്ടും അവളെ നോക്കി. ഓക്കെ, നീലിമയെ ഞാൻ ഒരു കാര്യത്തിൽ നിർബന്ധിക്കില്ല. അല്ല, തനിക്ക് ട്രീറ്റിൽ താല്പര്യമില്ലെങ്കിൽ സാരമില്ല. എനിക്ക് താല്പര്യമുണ്ടല്ലോ. സോ താൻ എന്നെ വിളിച്ചൊരു ട്രീറ്റ് വെക്ക്. പ്രശ്നം തീർന്നില്ലേ? കിരൺ നാണമില്ലാതെ വീണ്ടും ചോദിച്ചു. നീലിമയുടെ മുഖത്ത് അത് കേട്ട് പുച്ഛം നിറഞ്ഞു. നീ എത്ര മാന്യനായി അഭിനയിച്ചാലും നിന്റെ ഉള്ളിലുള്ള വിഷം എനിക്കറിയാൻ പറ്റുന്നുണ്ട് കിരൺ. എല്ലാം അറിഞ്ഞിട്ടും ഗതികേട് കൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നേ ഉള്ളൂ. നീലിമ പല്ല് കടിച്ചുകൊണ്ട് മനസ്സിലോർത്തു. നീലിമയുടെ മുഖം മാറിയത് കണ്ട കിരൺ പെട്ടെന്ന് അവളുടെ കവിളിൽ തൊട്ടു. അയ്യോ, എന്തു പറ്റി നീലിമ? കിരൺ കൈകൊണ്ട് കവിളിൽ തൊട്ടപ്പോൾ തന്നെ നീലിമയ്ക്ക് വല്ലാത്ത ഇറിറ്റേഷൻ തോന്നി. അവൾ ബോസ് ആണെന്ന് പോലും ഓർക്കാതെ അവന്റെ കൈ തട്ടി മാറ്റി. ദേ, എന്റെ ദേഹത്ത് തുടരരുത്, നീലിമ നിയന്ത്രണം വിട്ട് പറഞ്ഞു. അവൾ അങ്ങനെ പെരുമാറുമെന്ന് പ്രതീക്ഷിക്കാതിരുന്ന കിരൺ ഒന്ന് പകച്ചുപോയി. എന്നിട്ടും അവൻ അതെല്ലാം പുറത്ത് കാണിക്കാതെ പറഞ്ഞു. സോറി, ഞാൻ പെട്ടെന്ന്. അത് പോട്ടെ. അല്ല നീലിമ, സൂര്യയ്ക്ക് കമ്പനി അയച്ച വണ്ടി ആരെടുത്തോണ്ട് പോയെന്നാ നേരത്തെ പറഞ്ഞേ? കിരൺ ചോദിച്ചു. സത്യത്തിൽ ആ വാഹനം കിരൺ തന്നെയാണ് മാറ്റിയത്. സൂര്യയുടെ മീറ്റിംഗ് മുടക്കാൻ സാമലക്സ് വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രമല്ല കിരൺ അങ്ങനെ ചെയ്തത്. നീലിമയുടെ യാത്ര മുടക്കാനും തന്റെ വണ്ടിയിൽ അവരെ കൊണ്ടുപോവാനുമായിരുന്നു അവന്റെ പ്ലാൻ. അവന്റെ ഉള്ളിൽ നീലിമയോടുള്ള വികാരം കാമം മാത്രമായിരുന്നു. നീലിമ ദേഷ്യം കടിച്ചമർത്തി. കിരൺ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വാഹനത്തിന്റെ കാര്യം ചോദിക്കുന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായി. അത് ഓഫീസിൽ ആരോ പാര വെച്ചിട്ടാണ് തിരിച്ചെടുത്തതെന്നാ അറിയാൻ കഴിഞ്ഞത്. നീലിമ കിരണിന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. ആര് പാര വെക്കാൻ ഓഫീസിൽ? അതിന് തനിക്ക് ശത്രുക്കളുണ്ടോ? കിരൺ ചോദിച്ചു. അവന്റെ ശബ്ദത്തിൽ ചെറിയ പതർച്ച ഉണ്ടായിരുന്നു. അവനെല്ലാം അറിയാമെന്ന് അവന്റെ ആ പതർച്ച തന്നെ സമ്മതിക്കുന്നുണ്ടെന്ന് നീലിമ പുച്ഛത്തോടെ മനസ്സിലാക്കി. എന്നിട്ടും അവൾക്കപ്പോൾ അവനോട് എതിർത്ത് സംസാരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ഓഫീസിലെ സാമലക്സ് ഇല്ലേ, സാറിന്റെ ഫ്രണ്ട്, അവനാണോ ഇതെല്ലാം ചെയ്യുന്നത് എന്നെനിക്ക് സംശയമുണ്ട്, നീലിമ പറഞ്ഞു. സത്യത്തിൽ കിരൺ എന്ത് പറയുമെന്ന് അറിയാനാണ് അവൾ അത് പറഞ്ഞത്. കിരൺ ആദ്യം എന്തോ ആലോചിച്ച ശേഷം ചോദിച്ചു. സാമോ? അവനെന്ത് ചെയ്തു? അവനെക്കൊണ്ട് വലിയ ശല്യമാണ്. എപ്പോഴും ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഉടക്കാൻ വരും. പോരാത്തതിന് സൂര്യയ്ക്ക് കിട്ടുന്ന മിക്ക അവസരങ്ങളിലും അയാൾ പാരവയ്ക്കാൻ മാക്സിമം നോക്കുന്നുമുണ്ട്, നീലിമ പറഞ്ഞു. കിരൺ അത് കേട്ട് മിണ്ടാതിരുന്നു. പക്ഷേ പ്രതികരിക്കാതിരുന്നാൽ നീലിമ ഇപ്പോൾ കാണിക്കുന്ന ഈ അടുപ്പവും ഇനി കാണിക്കില്ലെന്നോർത്ത് അവൻ ഉടനെ പറഞ്ഞു. സാമലക്സ് തന്നെ ഇനി ഒന്നും പറയില്ല. അയാളെക്കൊണ്ട് ഒരു ശല്യവുമില്ലാതെ ഞാൻ നോക്കിക്കോളാം, കിരൺ പറഞ്ഞു. അപ്പോൾ കിരണിന്റെ മുഖത്തേക്ക് നീലിമ യാദൃശ്ചികമായി ഒന്ന് നോക്കി. സിദ്ധാർത്ഥിന്റെ മുഖവുമായി നേരിയ സാമ്യം കിരണിനുണ്ടെന്ന് അവൾക്ക് തോന്നി. അപ്പോൾ വിശ്വ എന്നുള്ള സിദ്ധാർത്ഥിന്റെയും കിരണിന്റെയും സേർനെയും അവൾക്ക് ഓർമ്മ വന്നു. മുൻപ് ഒരുപാട് വട്ടം ആലോചിച്ച അതേ കാര്യം അവൾ വീണ്ടും ഓർത്തു. ഇനി ഇവനും സിദ്ധാർത്ഥും തമ്മില് ബന്ധുക്കളാണോ ശരിക്കും? സിദ്ധാർത്ഥിനോട് ഈ കാര്യം പലവട്ടം ചോദിച്ചിട്ടും ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ഇവനോട് ചോദിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട. ഇവന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ സിദ്ധാർത്ഥുമായി ഒരു ബന്ധവും ഉണ്ടാവാൻ സാധ്യതയില്ല. സിദ്ധാർത്ഥ ജെന്റിൽമാനാണ്, ഇവനോ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന വെറും ഇഡിയറ്റ്. നീലിമ എന്തോ ആലോചിക്കുന്നത് ശ്രദ്ധിച്ച കിരൺ അവളെ നോക്കി. എന്തുപറ്റി നീലിമ? സാമലക്സിന്റെ കാര്യമാണ് ഓർക്കുന്നത്? കിരൺ ചോദിച്ചു. അതെ, നീലിമ വെറുതെ കള്ളം പറഞ്ഞു. അപ്പോൾ കിരൺ അവളുടെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അത് ഞാനേറ്റെന്ന് പറഞ്ഞല്ലോ, പിന്നെന്താ? നീലിമ ഹാപ്പി ആയിട്ടിരിക്കെ, കിരൺ പറഞ്ഞു. അവൻ തന്റെ കയ്യിൽ കൈ ചേർത്ത് പിടിച്ച് ആസ്വദിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നിയപ്പോൾ നീലിമ കൈ പിൻവലിച്ചു. അവൾ ഒരു തരത്തിലും ശരീരത്തിൽ തൊടാൻ സമ്മതിക്കാത്തത് കണ്ട് കിരണിന്റെ മുഖം പെട്ടെന്ന് ദേഷ്യം കൊണ്ട് ചുവന്നു.
കിരൺ വളരെ വേഗത്തിൽ വാഹനം ഓടിച്ചുകൊണ്ടിരുന്നു. സർ, നേരെ നോക്കി വാഹനം ഓടിച്ചില്ലേ നമ്മളിന്ന് അവിടെ ആവില്ല എത്തുന്നത്. ഞങ്ങൾക്ക് ജീവനിൽ പേടിയുണ്ട്, നീലിമ അവനെ നോക്കാതെ പറഞ്ഞു. ഓ, കിരൺ ഒന്ന് മൂളി. അല്പനേരം കഴിഞ്ഞപ്പോൾ അവർ പ്രസ് മീറ്റ് സംഘടിപ്പിച്ച സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. കിരൺ നീലിമയോട് യാത്ര പറഞ്ഞ ശേഷം അവിടെ നിന്നും പോയി. അപ്പോഴാണ് ശരിക്കും നീലിമയ്ക്ക് ആശ്വാസം തോന്നിയത്. അവൾ സൂര്യയും പ്രിയങ്കയും കൂട്ടി ഹാളിന്റെ ഉള്ളിലേക്ക് നടന്നു. അതിനപ്പുറം മേക്കപ്പ് റൂം ഒരുക്കിയിട്ടുണ്ട്. അവിടേക്കാണ് നീലിമ ചെന്നത്. അപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് എത്തിയിട്ടില്ലായിരുന്നു. ഷടാ, ഇവര് വന്നില്ലേ? ഇപ്പൊ തന്നെ നമ്മൾ സമയം വൈകി. നീലിമ ഫോൺ എടുത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ മാഡം. മറുവശത്ത് നിന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഫോൺ എടുത്തു. അല്ല, എവിടെയാ? മീറ്റിംഗ് തുടങ്ങാൻ സമയമായി. നീലിമ പറഞ്ഞു. മാഡം, അത് എനിക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വണ്ടിയുടെ ടയർ പഞ്ചറാണ്. ഇനി മാറ്റി അങ്ങോട്ട് എത്തുമ്പോ ഒരുപാട് വൈകും. ഞാൻ മാഡത്തിനെ ഇത് പറയാൻ ഒരുപാട് വട്ടം വിളിച്ചിരുന്നു, കിട്ടിയില്ല. മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞു. അപ്പോൾ നീലിമ ആകെ പരിഭ്രമിച്ചു പോയി. അവർ ഒരുപാട് നിർബന്ധിച്ചു നോക്കിയെങ്കിലും ആർട്ടിസ്റ്റ് കൈയൊഴിഞ്ഞു. നീലിമ സൂര്യയും പ്രിയങ്കയും നോക്കി. ഇനിയിപ്പോ നമ്മൾ എന്തു ചെയ്യും മാഡം? പ്രിയങ്ക ചോദിച്ചു. അറിയില്ല. നീലിമ തളർന്നു പോയിരുന്നു. പുതിയ ഒരാളെ കണ്ടുപിടിച്ചുകൊണ്ടുവന്ന് മേക്കപ്പ് ചെയ്യിക്കാനൊന്നും സമയവുമില്ല. നീലിമ എന്ത് ചെയ്യണമെന്നറിയാതെ ആലോചിച്ചു നിന്നു. സിദ്ധാർത്ഥ് ഇതൊന്നും അറിയാതെ അവന്റെ ഓഫീസിലായിരുന്നു. ഒരുപക്ഷെ അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ കാര്യത്തിന് ഒരു പരിഹാരമുണ്ടായേനെ എന്ന് നീലിമ ആലോചിച്ചു. എങ്കിലും അവനെ ബുദ്ധിമുട്ടിക്കാൻ അവൾക്ക് തോന്നിയില്ല. നീലിമ ആകെ വിഷമിച്ച് ഹാളിൽ നിൽക്കെ താര അതിലെ പോകുന്നത് കണ്ടു. സിദ്ധാർത്ഥിന്റെ വീട്ടിൽ വെച്ച് തന്നെ പാർട്ടിക്ക് ഒരുക്കാൻ വന്നതും ഡ്രസ്സ് സെലക്ട് ചെയ്തതുമൊക്കെ താരയാണ്. താര നീലിമയെ കണ്ടിരുന്നു. അവൾ അരികിലേക്ക് വന്നു. ഹലോ നീലിമ മാഡം, എന്താ എവിടെ? താര ചോദിച്ചു. താരയെ കണ്ടാൽ തന്നെ സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റിനെ പോലെ തോന്നുമായിരുന്നു. അത്രയും റിച്ചായി തോന്നുന്ന താര നീലിമയെ ബഹുമാനത്തോടെ മേഡം എന്ന് വിളിച്ചത് കേട്ട് പ്രിയങ്ക ആശ്ചര്യപ്പെട്ടു. അപ്പോൾ നീലിമ പറഞ്ഞു. ഹലോ താര, അല്ല താനെന്താ എവിടെ? സിദ്ധാർത്ഥ് ഒരാവശ്യത്തിനു വേണ്ടി പറഞ്ഞു വിട്ടതാണ്. അല്ല, മാഡം എന്താ എവിടെയെന്ന് പറഞ്ഞില്ലല്ലോ? താര ചോദിച്ചു. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ ആർട്ടിസ്റ്റിന് ഇവിടെ ഒരു പ്രസ് മീറ്റ് ഉണ്ട്, അങ്ങനെ വന്നതാണ്. നീലിമ പറഞ്ഞു. അവൾക്ക് ഒട്ടും ഉത്സാഹമില്ലായിരുന്നു. അത് ശ്രദ്ധിച്ച് താര ചോദിച്ചു. മാഡം ഓക്കെ അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമുണ്ട്. എന്റെ ആർട്ടിസ്റ്റ് സൂര്യയ്ക്ക് മേക്കപ്പ് ചെയ്യാൻ ഏർപ്പാട് ചെയ്ത ആൾക്ക് വരാൻ പറ്റില്ലെന്ന് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു. മീറ്റ് സ്റ്റാർട്ടാവാൻ ഇനി 15 മിനിറ്റ് ബാക്കിയുള്ളൂ. അതിന്റെ ടെൻഷൻ. നീലിമ പറഞ്ഞു. മാമിന്റെ ആർട്ടിസ്റ്റ് ആക്ടർ സൂര്യയാണോ? അത് ശരി, എന്നിട്ടാണോ പറയാഞ്ഞത്? അല്ല, മാഡം എന്തിനാ വിഷമിക്കുന്നത്? ഞാനല്ലേ ഇവിടെ, ഞാൻ ചെയ്യാം മേക്കപ്പ്. താര ഉത്സാഹത്തോടെ പറഞ്ഞു. അവൾ സൂര്യയെ അവിടെ കണ്ട സന്തോഷത്തിലായിരുന്നു. തനിക്ക് ബുദ്ധിമുട്ടാവില്ലേ? നീലിമ ചോദിച്ചു. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ ചെയ്യാം സൂര്യയുടെ മേക്കപ്പ്. വരൂ സൂര്യ, താര പറഞ്ഞു. അപ്പോൾ സൂര്യ നീലിമയെ ഒന്ന് നോക്കി. നീലിമ കണ്ണുകൾ കൊണ്ട് അവന് അനുവാദം കൊടുത്തു. അല്പനേരത്തിനു ശേഷം താര മേക്കപ്പ് ആരംഭിച്ചു. സൂര്യ മേക്കപ്പ് റൂമിലെ മിററിന് മുന്നിലിരുന്നു. നീലിമയും പ്രിയങ്കയും അടുത്തു തന്നെ നിന്നു. നീലിമ ഇടയ്ക്കിടെ സമയം നോക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ സൂര്യ, ഞാൻ അധികമൊന്നും മേക്കപ്പ് തനിക്ക് ചെയ്യാൻ പോകുന്നില്ല. ജസ്റ്റ് ടച്ചപ്പിന്റെ ആവശ്യം തനിക്കുള്ളൂ, താര പറഞ്ഞു. അത് കേട്ട് സൂര്യ അവളെ നോക്കി മിററിലൂടെ പുഞ്ചിരിച്ചു. നീലിമ അപ്പോഴും നിൽപ്പുറയ്ക്കാത്തതുപോലെ ഇടയ്ക്കിടെ പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. നീലിമ മാമിന്റെ ടെൻഷൻ മാറിയില്ലേ? താര അവളെ നോക്കി ചോദിച്ചു. അത് കേട്ട് നീലിമ പുഞ്ചിരിച്ചു. താങ്ക്സ് താര, നീലിമ പറഞ്ഞു. താങ്ക്സ് ഒക്കെ എന്തിനാണ് മാഡം? സത്യത്തിൽ ഞാൻ എന്റെ കടമ മാത്രമാണ് ചെയ്തത്. എന്നെ കണ്ടപ്പോ തന്നെ മാഡം വിളിച്ച് ഇത് ചെയ്യാൻ ഓർഡർ ചെയ്യേണ്ടതായിരുന്നു. വിനയം കൊണ്ടല്ലേ നിങ്ങളത് ചെയ്യാതിരുന്നേ, താര പറഞ്ഞു. അത് കേട്ട് പ്രിയങ്ക ഒന്നും മനസ്സിലാവാതെ അവരെ നോക്കി. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.